ഹായ് ഹലോ നമസ്കാരം. ഇപ്പം നമ്മൾ കുറച്ച് ഒരു 3-4 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ഒരു ഒരു എന്താ പറയുക, പരസ്പര വെല്ലുവിളികളുടെ ഒരു വീഡിയോ ആണ് കാണുന്നത്. അത് ഈ നമ്മുടെ MRS ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് ഈ തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള നിഹാദ്, ഇവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു 3 പേര് പിരിഞ്ഞു പോവുകയും പിന്നെ അതിനുശേഷം പരസ്പരം തമ്മിലുള്ള പോർവിളി വെല്ലുവിളികൾ, പഴയ കാലങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളും പറഞ്ഞിട്ടുള്ള വെല്ലുവിളികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നൊന്നും ഇവർക്ക് മനസ്സിലാവാത്തത്, ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതൊന്നായിരിക്കില്ല. പക്ഷേ ഈ വാശി ഉണ്ടല്ലോ, വാശി നമ്മളുടെ തലച്ചോറിനെ തിന്നും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാശി ഉണ്ടാകുമ്പോൾ പിന്നെ അവൾ വരുമ്പരായികൊന്നും ആലോചിക്കില്ല. അല്ലെങ്കിൽ ഈ നാട്ടിലും ഇവിടെ ഒന്നും ഇപ്പോൾ പ്രകോപനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളൊന്നും നടക്കുമല്ലോ. പെട്ടെന്നൊരു ദേഷ്യം വരുമ്പോൾ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരിക്കും ആലോചിക്കണം, എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് ഇനി ശിക്ഷ കിട്ടും, പോലീസ് ഓടിക്കും, എൻ്റെ ജീവിതം പോകുന്നൊക്കെ പിന്നീട് ആലോചിക്കും. അല്ലെങ്കിൽ അത് ആലോചിക്കുക പോലുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ ആ ദേഷ്യം നമുക്ക് തീർക്കണം. അത് എന്തിൻ്റെ കയ്യിലായാലും, നമ്മളൊരു അടി നടക്കുമ്പോഴായി കഴിഞ്ഞാലും മറ്റവൻ്റെ മൂക്കും കണ്ണും ഇടിച്ച് കലക്കുക എന്നല്ലാതെ ആ ഇടി കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്ക് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കാഴ്ചയോ കേൾവിയോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതൊരു വിഷയം തന്നെയാകും എന്നൊന്നും വിചാരിക്കാനുള്ള ബോധോ ബുദ്ധിയൊന്നും ആ സമയത്ത് വർക്ക് ചെയ്യില്ല. ഏകദേശം അതേപോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ മാത്രമല്ല കേട്ടോ, ഇവർക്ക് അങ്ങനെ ഒന്നല്ല എന്ന് തോന്നുന്നു. ഇവരെ കണ്ടിടത്തോളം ഇവർക്ക് ഒരു ബുദ്ധിയും ഇല്ല, ഒരു വിവരവും ഇല്ല, അല്ലെങ്കിൽ ഒരു 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 കൾച്ചറൊക്കെ പോട്ടെ. എന്തിൻ്റെ പേരിലാണ് ഇവരൊക്കെ ഈ പറഞ്ഞ ഈ ആരാധകരെ കിട്ടണം അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കിട്ടണം എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായ തുറന്നാൽ തെറിയ പറയുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കില്ല, ഞങ്ങൾ മാന്യന്മാരുടെ നിന്ന് പറയുന്ന ഭാഷ കേട്ടാൽ നമുക്കറിയാം. പക്ക തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ എന്തൊക്കെ നമ്മൾ കേട്ടാൽ ഇറക്കണമെന്ന് പറയാൻ പറ്റില്ല. അതിലും താഴെ ഇതൊക്കെ ഒരു കുടുംബത്തുള്ളവർ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ അറിയാതെ വരെ വീഡിയോ അങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൂഹ മധ്യത്തിൽ നമ്മളേറ്റവും മോശപ്പെട്ടവരോ അങ്ങനത്തെ ഒരു വാക്കുകളാണ് ഇവരെ കണ്ട് എല്ലാവരുടെ വഴിയിൽ നിന്ന് വരുന്നത്. മറ്റവൻ ആദ്യമേ അങ്ങനെ ആയിരുന്നു, പിന്നെ അവൻ കുറച്ച് നന്നായതായിരുന്നു. പിന്നെ ഈ പിള്ളേർ എന്താ പറയുക, ഒരു 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 പ്രായവും പക്വതയും ഇല്ലാത്ത പിള്ളേരാണ്. എന്നിട്ട് അവർ കാശുണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയുള്ളൂ, അല്ലെങ്കിൽ പണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അതിനു വേണ്ടി പറയണ വാക്കുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തിരിഞ്ഞു കൊത്താവുന്ന നല്ല അടിപൊളി എന്താ പറയുക കരിമൂർക്കം തന്നെയാണെന്നുള്ള ബുദ്ധിയൊന്നും ഇവർക്കില്ല. അല്ലെങ്കിൽ അത് ചിന്തിക്കാനുള്ള സമയമില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും മറ്റവനെ താറടിച്ച് കാണിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ മീൻസ് ഒരു എന്താ പറയുക, ഒരു 10-12 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ, ചെറിയൊരു തിരിച്ചറിവൊക്കെ വരുന്ന പ്രായത്തിലുള്ള കുട്ടികൾ, അവർക്കൊക്കെ ഇവർ ഹീറോ അല്ലെങ്കിൽ വായ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ പണ്ടുണ്ടായിട്ടുണ്ടല്ലോ ഈ തമ്പാക്കും അല്ലെങ്കിൽ ഈ ഹാൻസും അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക ചെറുപ്പത്തിൽ തന്നെ സിഗരറ്റൊക്കെ വലിച്ചെടുക്കണമെങ്കിൽ അവനായിരുന്നു ഹീറോ. അതൊരു സമയത്തിൻ്റെയാണ്. പക്ഷേ ഇപ്പോഴൊക്കെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിപ്പിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തും ഇവർക്കൊക്കെ ഇത്രയും ആൾക്കാർ കാണാനും ഇതൊക്കെ വാച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ പ്രമോഷൻ വിളിക്കാനും ഒരു കാര്യം ചെയ്യണമെന്ന് ഇവന്മാരൊക്കെ വന്ന് പ്രമോഷൻ ചെയ്യണതോ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യണതോ ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും ഒരു മനുഷ്യന്മാർ കയറുന്നു. കാരണം സാധാരണക്കാർ കയറിയിട്ടാണ് ഈ വക കാര്യങ്ങൾ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇവരുടെ പേരിലുള്ള ഈ പ്രമോഷന് കടക്കാരും വേണ്ട എന്ന് വെക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കാശ് കിട്ടി കണ്ടപ്പോഴേ എന്ത് തെറി പറഞ്ഞിട്ടായാലും എന്ത് ആഭാസം കാണിച്ചിട്ടായാലും അവർക്ക് റീച്ച് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായി. പിന്നെ ഈ പറയണ കേട്ടില്ലേ മയക്കുമരുന്ന്, അതായത് നമ്മൾ പുറമെന്ന് കാണുന്ന പല കാര്യങ്ങളും അതിപ്പോൾ എന്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ ഈ പുറമെന്ന് കാണുന്ന സുഖമൊന്നും ഉണ്ടാവില്ല ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഇവന്മാർ ഇപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ പലതും ഏച്ചു കൂട്ടിലും അവനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള 100% ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കൂട്ടുകാരന്മാരായിരിക്കുമ്പോൾ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പല സംഭവങ്ങളും ഇവരെടുത്തിട്ട് വളരെ, അതായത് ഇപ്പോൾ അലക്കി കൊണ്ടുവന്നിടാൻ പറയണത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവരെടുത്തിട്ട് ഭയങ്കര സംഭവമായിട്ട് പറയണത്, അല്ലെങ്കിൽ ഈ കൂട്ടുകാരന്മാർ നമുക്ക് കൂടുമ്പോൾ പലപ്പോഴും പറയുന്ന പല കാര്യങ്ങളും അവർ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടത്. എന്നിട്ട് മറ്റേ പോസ്കോ കേസ്, ആ കേസ്, ഈ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര സംഭവമാക്കണം. പക്ഷേ ഈ പറയണ ഐറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ നിലവാരം അല്ലെങ്കിൽ ഒരു ഇത് കൾച്ചർ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടുപേരും തെറ്റ് പറയാനൊന്നും പറ്റില്ല. മറ്റവന് ഇതിലും വലുതായിരുന്നു പണ്ട്, പിന്നെ റീച്ച് കിട്ടി കയറി വന്ന് കുറച്ച് ഫെയിം ആയപ്പോൾ പിന്നെ അവനൊന്ന് നിർത്തിയതാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതിപ്പോൾ ഉണ്ടല്ലോ, ഇവർ തമ്മിൽ പറയുന്നതും കേൾക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം ഈ പറഞ്ഞില്ല കള്ളായി കഴിഞ്ഞാൽ ഈ കള്ളും മയക്കുമരുന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല, ഇതില്ല എന്ന് പറഞ്ഞാൽ ഇവരെ വായെന്ന് വരുന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മയക്കുമരുന്നിനേലും കള്ളിനേലും മാരകണം ആ സാധനം. എന്നിട്ട് അത് കേട്ട് വിഴുങ്ങാൻ വേണ്ടിയിട്ട് കുറേ പിള്ളേർ ഇവർ എന്ത് ഹീറോയിസുണ്ട് അല്ലെങ്കിൽ എന്ത് കഴിവുണ്ടായിട്ടുണ്ട് ഇവർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേ പെണ്ണ് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്ത് കഴിവുണ്ടടാ
നമുക്ക് കഴിവുണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വലിയ സംഭവമായിട്ടോ അല്ലട്ടാ. പക്ഷെ ഇവർ തെറി പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെന്തോ വലിയ സെലിബ്രിറ്റികളിൽ ഞങ്ങളെന്തോ അങ്ങനെ കുറേ സെലിബ്രിറ്റി സ്ഥാനം നമ്മളായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പലർക്കും. അതാണ് രസം. നമ്മളായിട്ട് പല ആൾക്കാർക്കും നമ്മൾ ഇതേപോലുള്ള വൃത്തിയായിട്ട സെലിബ്രിറ്റി സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ല ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് 90% ആൾക്കാരുടെയും എന്താ പറയുക ആ ഒരു ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ്. അതേപോലെ തന്നെ കയറി വന്നിട്ടുള്ളത് ഇവന്മാരും. പക്ഷേ ഇത് വളരെ ഓവറായി. ഇപ്പോൾ ഓൾറെഡി ഇവർക്ക് കേസ് വന്നിട്ടുണ്ട്, അന്വേഷണം. ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് കുടഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഒരു അറ്റത്തേക്കുള്ള മെയിൻ സംഭവങ്ങളായി തീരും ചിലപ്പോൾ ഇവരൊക്കെ പറച്ചിൽ കേട്ടിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊടുക്കാൻ വേണ്ടി ഇവൻ പറയണത് ചിലപ്പോൾ അതിൽ ഇപ്പോൾ ഒരു 100% ചിലപ്പോൾ ഒരു 50% ഉള്ളതായിരിക്കും. അപ്പോൾ 50% പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ വേരിറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവർ പറയണത്. കാരണം ഇവർ ഭയങ്കര സെലിബ്രിറ്റികളല്ലേ, അപ്പോൾ ഒരു ചില്ലറക്കാരായിട്ട് ഇടപാടുണ്ടാവില്ല, ഡയറക്റ്റായിരിക്കും ഇടപാടുകളൊക്കെ. അപ്പോൾ എന്തായാലും തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടലും മാത്രമല്ല ഇവന്മാർ രീതിയിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ, കഴിവില്ലാത്തവർ ഇപ്പം നമ്മളെപ്പോലുള്ള കഴിവില്ലാത്തവരാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിക്കാൻ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ ഇതേപോലെ ഞാൻ പറയുന്ന പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക. നമ്മളിപ്പോൾ എന്താ പറയുക, മറ്റൊരു അങ്ങനെ ഒരു ജന്മന ഒരു കലാകാരനോ അല്ലെങ്കിൽ പാട്ട് പാടാൻ കഴിവുള്ളോ ഡാൻസ് ചെയ്യാനോ പിന്നെ അങ്ങനെ പ്രൊഫഷണലി അങ്ങനെ ചെയ്യുന്നവർക്ക് റീച്ച് ഇല്ലട്ടോ. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കാണിക്കുന്നവർക്ക് റീച്ച് കിട്ടുന്നത്, അതാണ് രസം. പൊട്ടത്തരം കാണിക്കുന്നവർക്ക് റീച്ച് കിട്ടണത് വേറെ വിഷയം. എന്നിരുന്നാൽ കൂടിയിട്ട് നമ്മൾ അത്രയും ഇത്തരം എന്താ പറയുക, അത്തരം ആഭാസന്മാരൊക്കെ വളർത്തിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞില്ലേ, പലരും ജയിലിൽ കിടന്ന ഒരു സ്ത്രീ പീഡനം, ഹണി ട്രാപ്പ്, പിന്നെ ഭർത്താവിനെ വഞ്ചിക്കൽ, ഭാര്യനെ വഞ്ചിക്കൽ, വെട്ടിക്കൊല്ലൽ, കൊലപാതകി, ഗുണ്ട, ഇവരൊക്കെ ഇപ്പോൾ സെലിബ്രിറ്റികളായിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇനി ഇവർ സെലിബ്രിറ്റി ആവണതിൽ വലിയ അതിശയോക്തിയൊന്നും ഇല്ല. എന്നിരുന്നാൽ കൂടിയിട്ട് ഇത്തരം എന്താ പറയുക, ഇതൊക്കെ കറക്റ്റ് ശക്തമായിട്ടുള്ള ശിക്ഷയാണ്. തെളിവുകൾ വേണ്ടാന്ന്, ഇവന്മാരെ വായന്ന് വീണിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി തെളിവുകളായിട്ട്. ആ തെളിവുകൾ വെച്ചിട്ട് ഇവർക്കൊക്കെ എതിരെ നല്ലൊരു ശിക്ഷ, അല്ലെങ്കിൽ ഇപ്പം വരുമോ ഇനി ശിക്ഷ എന്ന് പറയുമ്പോഴത്തേനും ഇവരെ കൂട്ടുകാരന്മാരും കാശ് എറിഞ്ഞിട്ട്, ഇപ്പോൾ കാശ് ഉണ്ട്, കാശ് കുറച്ച് വരുമാനമായല്ലോ. അപ്പോൾ ആ വരുമാനത്തിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഈ ഇല നക്കണ ചിരി നക്കണ ആൾക്കാർ കുറേ എണ്ണം വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വരും. അതായത് ഒരു കുടുംബത്തിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു കുടുംബത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ മുന്നിൽ വെച്ചിട്ട് കേൾക്കാൻ പറ്റിയ വല്ല കാര്യങ്ങളാണ് അത് പറയണത്. അല്ലെങ്കിൽ നിങ്ങളെ വാപ്പാടെ മുന്നിലും ഉമ്മയുടെ മുന്നിലോ നിങ്ങൾ ആരെങ്കിലും മുന്നിൽ, കൂട്ടുകാരൊഴികെ ബാക്കി ആരെങ്കിലും മുന്നിലും വെച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയ കാര്യങ്ങളല്ലോ മാറി പറയണത്. അപ്പോൾ അതിനുള്ള പ്രതികരണം എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. അല്ലാണ്ട് അത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കലല്ല, ഒഴിവാക്കണമെന്ന് നിങ്ങളൊക്കെ ഒഴിവാക്കി വിട്ടിട്ട് പഠിപ്പിക്കണം. പണിക്ക് പോട്ടെന്ന് തണ്ടും തടിയില്ലേ, പണിക്ക് പോയിട്ട് എന്താ പറയുക, പണിക്ക് പോയി സമ്പാദിക്കട്ടെ. എന്നിട്ട് നമുക്ക് ലൈവ് ഇടലും പരിപാടിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കട്ടെ സഭ്യമായ രീതിയിൽ. അല്ലെങ്കിൽ ഈ കേട്ടാൽ ഇറക്കുന്ന വാക്കുകളെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ ഇവരൊക്കെ പഠിക്കട്ടെ. വായ തുറന്നാൽ ഈ പറഞ്ഞ എന്താ പറയുക. ഓക്കെ എന്നാ ബൈ.